നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തോൽവി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും പരിശോധിക്കുമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ടു പോകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഉപതെരഞ്ഞെടുപ്പിൽ വന്യജീവി പ്രശ്നങ്ങൾ മാത്രമാണ് ചർച്ചയായതെന്ന് പറയാൻ സാധിക്കില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചെങ്കിലും മികച്ച രാഷ്ട്രീയ പോരാട്ടം നടത്താനായെന്നാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നും പാർട്ടി നേതൃത്വം ആശ്വാസം കൊള്ളുന്നു. ഭരണത്തിനെതിരായിട്ട് ജനങ്ങളുടെ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ ചോരണം. മാത്രമല്ല UDFന്റെ അടിത്തറ വിപുലപ്പെടുത്തണം. രണ്ടും സാധിച്ചില്ലല്ലോ. അവർക്ക് അവരുടെ വോട്ടിനെ നിലനിർത്താൻ വോട്ട് നിലനിർത്തിയ അതിലേക്കെങ്കിലും എത്താൻ സാധിച്ചത് ജമാഅത്ത് ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ SDP ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് ചേർത്തിട്ടാണ്. ചരിത്രപരമായി ഇടതു മണ്ഡലമല്ല നിലമ്പൂർ എന്നതാണ് CPM നേതൃത്വം ഉയർത്തുന്ന മറ്റൊരു വാദം. എന്തെല്ലാം ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള റിസൾട്ട് LDFനെ ജയിക്കാൻ കഴിഞ്ഞേക്കുമെന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിട്ട് LDF ജയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം പരിശോധിക്കും. ഇത് LDFൻ്റെ ഒരു മണ്ഡലമല്ല എന്നുള്ള കാര്യം ചരിത്രപരമായി എല്ലാവരുടെയും മുമ്പിലുള്ള വസ്തുതയാണ്. നിലമ്പൂരിലെ തോൽവിയിൽ UDFന് അഭിമാനിക്കത്തക്കതായി ഒന്നുമില്ലെന്നാണ് LDF നേതൃത്വത്തിന്റെ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റമുണ്ടാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ അതിനനുസരിച്ചുള്ളൊരു മുന്നേറ്റമുണ്ടായില്ല, വിജയമുണ്ടായില്ല. ഇതിൻ്റെ നാനാവശങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മതനിരപേക്ഷ നിലപാട് ഉയർത്തിയാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും CPM നേതാക്കൾ അവകാശപ്പെട്ടു. അവിടെ ഇപ്പോൾ ജനവിധി വന്നു. ആ ജനവിധി പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു. ജനവിധിയിൽ നിന്ന് എന്തെങ്കിലും പുതുതായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതോ മറ്റു കാര്യങ്ങളുണ്ടോ അതും പൂർണ്ണമായിട്ടും സർക്കാരും മുന്നണിയും പരിശോധിക്കും. അത് സംബന്ധിച്ച് ഉള്ള ജനങ്ങളുടെ വിധിയായിട്ടാണ് നമ്മൾ കാണുന്നത്. മണ്ഡലത്തിൽ വന്യജീവി പ്രശ്നം ചർച്ചയായ വിമർശനങ്ങളെ വനമന്ത്രി AK ശശീന്ദ്രനും പ്രതിരോധിച്ചു. LDFന്റെ വിജയത്തിന് തടസ്സമായി നിന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയും പരിശോധിച്ച് തീരുമാനമെടുക്കുകയും പരിഹാരമാർഗ്ഗങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ എല്ലാ കാലത്തുള്ള നിലപാട്. ആ നിലപാട് ഇനി ആവർത്തിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടിയപ്പോൾ പറഞ്ഞതുപോലെ വർഗീയ ശക്തികളുടെ പിന്തുണയിൽ ജയിച്ചു എന്നതാണ് നിലമ്പൂരിലും CPIMന്റെ പ്രതിരോധം. 24 തിരുവനന്തപുരം.